ദൈവത്തെ പെട്ടികളിൽ ഒതുക്കുവാൻ ശ്രമിക്കരുത്. 1 യോഹന്നാൻ 4:7 മുതൽ 20 വരെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 12-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഒരു ദമ്പതികളുടെ ചിന്തയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഭവം ഒരിക്കലുണ്ടായി. അവർ ഒരു വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് എത്തിയപ്പോൾ വിദേശത്തു നിന്നും വാങ്ങിയ ഒരു ദേവവിഗ്രഹം കൂടെ കൊണ്ടുവന്നിരുന്നു. മരം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു പ്രതിമ ശില്പം. അത് വീട്ടിലെ വിരുന്നുമുറിയിൽ ഒരു അലങ്കാര വസ്തുവായി വെക്കാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. വീട്ടിൽ വരുന്ന അതിഥികളുടെ സംഭാഷണ വിഷയമായി ആ സുന്ദര ശില്പം തീരുമെന്ന് അവർ ഓർത്തു. എന്നാൽ അതൊരു കളിപ്പാട്ടമാകാനായിരുന്നു കുട്ടികളുടെ മോഹം. അതിനാൽ അവർ ആ പ്രതിമ കുട്ടികൾക്ക് സമ്മാനിച്ചു. 2 അടി പൊക്കമുള്ള മനോഹരമായ ആ പ്രതിമ കുട്ടികളിൽ സന്തോഷപൂർവ്വം കൊണ്ടു നടന്ന് കളിച്ചു. ഒടുവിൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് പെട്ടിയിൽ ഭദ്രമായി വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ഈ പ്രതിമ നമ്മുടെ പെട്ടിയിൽ ഒതുങ്ങുന്നില്ലല്ലോ, കുട്ടികളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഇത് ആ ദമ്പതികൾ കേട്ടു. അവരുടെ ചിന്താമണ്ഡലത്തെ ഉണർത്തിയ വാക്കുകളായിരുന്നു അത്. വാസ്തവത്തിൽ ആ കുട്ടികളെപ്പോലെ ദൈവത്തെ പെട്ടിയിൽ ഒതുക്കുവാൻ നോക്കുന്നവരല്ലേ നാം ഓരോരുത്തരും. ബുദ്ധിപരവും സംസ്കാരപരവും മതപരവും മറ്റുമായ പല പെട്ടികൾ നമുക്കുണ്ട്. പ്രപഞ്ചത്തിൻ്റെ കർത്താവും നിയന്താവുമായ ദൈവത്തെ ഇങ്ങനെയുള്ള പെട്ടികളിൽ ഒതുക്കുവാൻ പലരും ശ്രമിക്കാറുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിക്കും സങ്കല്പങ്ങൾക്കും ഭാഷയ്ക്കുമെല്ലാം പരിമിതികളുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലും ഭാവനയിലും ഭാഷയിലും വേഷത്തിലും എങ്ങനെ ദൈവത്തെ ഒതുക്കി നിർത്താൻ കഴിയും? ചിലർ ബൈബിളിലാണ് ദൈവത്തെ അടക്കി വയ്ക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മറ്റു ചിലർ ഗീതയിലോ ഖുറാനിലോ ആയിരിക്കും ഒതുക്കി നിർത്താൻ പണിപ്പെടുക. പരിമിതികളുടെ വേലിക്കെട്ടിനുള്ളിൽ ഈശ്വരനെ പിടിച്ചു നിർത്താനുള്ള മനുഷ്യൻ്റെ പാഴ്വേലയാണ് എവിടെയും നാം കാണുന്നത്. നാസ്തികത്വം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വളരുന്ന തലമുറ നാസ്തികത്വത്തിലേക്ക് വളരെ വേഗം വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും കൈവശമുള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്ന ഈശ്വരൻ്റെ തൽസ്വരൂപം മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നുമില്ല. പള്ളിയിലോ ക്ഷേത്രത്തിലോ പോയി ഈശ്വരനെ ഭജിക്കുന്നതോ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നതോ നാമകീർത്തനം ചെയ്യുന്നതോ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതോ മാത്രമാണ് മതമെന്ന് ധരിച്ച് ദൈവത്തെ അങ്ങനെയുള്ള വേലിക്കെട്ടുകളിൽ ഒതുക്കി നിർത്തുകയും ജീവിതത്തിൻ്റെ മറ്റു രംഗങ്ങളിൽ തിന്മയോട് ഏത് വിട്ടുവീഴ്ചയും തയ്യാറാകുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള മതവും ദൈവവും വേണ്ടെന്ന് പറയുന്നെങ്കിൽ എന്തിനവരെ കുറ്റപ്പെടുത്തുന്നു? ജീവിതത്തിൻ്റെ ചില കൈപ്പെട്ടുകളിൽ ദൈവത്തെ ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കുകയും വളരുന്ന തലമുറയുടെ സ്വഭാവ വൈകൃതത്തെപ്പറ്റി പരാതിപ്പെടുകയും ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. നാം ദൈവത്തിനു വേണ്ടി കെട്ടിത്തിരിച്ചിട്ടുള്ള എല്ലാ വേലിക്കെട്ടുകളും പൊളിച്ച് ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ദൈവത്തെ പ്രവേശിപ്പിച്ച് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും വ്യാഖ്യാനമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ തയ്യാറാകാതെ കാലത്തിൻ്റെ കോലംതുള്ളൽ കണ്ട് നെറ്റിചുളിച്ചിട്ട് കാര്യമില്ല. വിശുദ്ധ മതഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശ്വരനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള പ്രഗത്ഭരായ വ്യാഖ്യാതാക്കൾക്ക് ഒരു പഞ്ഞവുമില്ല ഇക്കാലത്ത്. എന്നാൽ തങ്ങളുടെ ജീവിതമാകുന്ന പത്രിക ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവർ എത്രയുണ്ട്? ഈശ്വരനെ തങ്ങളുടെ ജീവിതത്തിൽ കൂടി വ്യാഖ്യാനിച്ച് കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അസ്വസ്ഥരായ വിദ്യാർത്ഥികളെ സ്വസ്ഥരാക്കുവാനോ വളരുന്ന തലമുറയെ സംസ്കാരത്തിൻ്റെ ഉന്നത മേഖലകളിലേക്ക് ഉയർത്താനോ കഴിയുകയില്ല. ഓർക്കണമേ, മതം മനുഷ്യൻ്റെ ആന്തരിക സിദ്ധിയെക്കുറിച്ചുള്ള ബോധം പകരുന്നു. അത് ജീവിതത്തിന് ഉദാത്തമായ ഒരു ലക്ഷ്യവും നിർദ്ദേശിക്കുന്നു. വെളിപാട് 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസ്.